എ എന്ന് ഞാൻ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടാ പറയുന്നത്. z മൈനസ് എ ഹോൾ സ്ക്വയർ ആണ് താഴെ ഉള്ളതെങ്കിൽ, അതായത് നമുക്കുള്ള സിംഗുലർ പോയിന്റ് എന്ന് പറയുന്ന ആ കണ്ടെയ്ൻ ചെയ്യുന്ന ടേമിന് സ്ക്വയർ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോർമുലയിൽ വ്യത്യാസം വരും. അതിന്റെ ഫോർമുല 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ ബൈ 1 ഫാക്ടോറിയൽ എന്നാണ് വരിക. ഓക്കെ, ഇനി താഴെ വരുന്ന ടേമിന് ക്യൂബ് ആണെങ്കിൽ 2πi ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് എ ബൈ 2 ഫാക്ടോറിയൽ. അങ്ങനെയാണ് നമ്മളെ ആൻസറിന് മാറ്റം വരിക. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് കണ്ടത്. അപ്പൊ നമ്മൾ ഏതാണ് ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്? നമ്മളെ സിംഗിൾ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേം z മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലേ? ആ z മൈനസ് 2 ഹോൾ സ്ക്വയർ അല്ലാത്ത ബാക്കി എല്ലാ ടേമും കൂടി ഉള്ള ടേമിനല്ലേ നമ്മൾ എഫ് ഓഫ് സെഡ് എന്ന് എടുക്കാറ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ വരിക? നോക്ക്, താഴെ അല്ലേ z മൈനസ് 2 ഹോൾ സ്ക്വയർ, അതല്ലാത്ത ടേം ഏതാ? മേലെ വരുന്ന z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 3. ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 3 അത് എഴുതി. അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോ z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z, 5zന്റെ ഡെറിവേറ്റീവ് 5 അത് എഴുതി. പിന്നെ 3യുടെ ഡെറിവേറ്റീവ് 0 അല്ലേ വരിക. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2z പ്ലസ് 5. ഇനി ഇതിൽ കൊടുക്കേണ്ടത് ഏത് സിംഗിൾ പോയിന്റ് അല്ലേ കൊടുക്കണ്ടേ? എഫ് ഡാഷ് ഓഫ് 2 കൊടുക്കുക. അപ്പൊ കൊടുക്കുമ്പോ 2 ഇൻറ്റു 2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 5 ദാറ്റ് ഇസ് 9. ആ 9 ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത്രയേ ചെയ്തോളൂ. നിങ്ങൾ ആ പ്രോബ്ലം നോക്കിയേ. ഈ പ്രോബ്ലം ക്ലിയർ ആണോ? സിമ്പിൾ പ്രോബ്ലം ആണ്. പറഞ്ഞ നിങ്ങള് ആരേലൊക്കെ പറ ഓടി ഓണാക്കിട്ട്. ഒരാഴ്ച കൂടി പറയണോ? റിപ്പീറ്റ് ചെയ്യണോ? ഇതാരാ പറയുന്നേ? എനിക്ക് മനസ്സിലാവണില്ല. ആരാ പറയണേ? ഓക്കെ, അപ്പൊ ബെനഡിക്റ്റ് എല്ലാരും കൂടിയിട്ട് പറയണ. ബാക്കി ആരും സംസാരിക്കുന്നില്ലേ? ഒന്ന് പറയോ? നിങ്ങളൊക്കെ അവിടെ ഉണ്ടാ? വേറെ ആരെയൊക്കെ ഒന്ന് ഓടി ഓണാക്ക്. ഓക്കെ, ഓക്കെ ഓക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തരാം കേട്ടോ. നോക്ക് നിങ്ങള് ഈ സെയിം പ്രോബ്ലം തന്നെ. അപ്പൊ ഈ സെയിം പ്രോബ്ലത്തിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഡിനോമിനേറ്റർ 0 ആക്കുന്ന പോയിന്റ് ആണ് സിംഗുലർ പോയിന്റ്. അപ്പൊ ഇവിടെ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ 2 എന്ന് പറയുന്നത് നമ്മൾ 2 പ്രാവശ്യം എടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ താഴെ വരുന്ന ഡിനോമിനേറ്ററിന്റെ പവർ 2 സെക്കൻഡ് ആയത് കാരണം, അതായത് അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സെക്കൻഡ് ആണ്, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ. അതുകൊണ്ടാണ് 2 എന്ന് 2 പ്രാവശ്യം എഴുതിയുള്ളൂ. അപ്പൊ സിംഗുലർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുക ആ സിംഗുലർ പോയിന്റ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നമ്മൾ നോക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന സി എന്ന് പറയുന്ന കർവ് വരയ്ക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കർവ് സി എന്ന് പറഞ്ഞ ഈ കർവില് നമുക്ക് കിട്ടിയ സിംഗുലർ പോയിന്റ് ഇട്ട് നോക്കുക. അപ്പൊ സെഡിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോ മോഡ് 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മള് റൂട്ട് ഓഫ്, നമുക്കറിയാം മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ മോഡിന്റെ ഉള്ളിൽ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ റൂട്ട് ഓഫ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 4. അപ്പൊ അതിന്റെ ആൻസർ വരുന്നത് 2 ആണ്. അത് ഈ റേഡിയസിനെക്കാട്ടും ചെറുതാണ് അല്ലെ? റേഡിയസിനെക്കാട്ടും ചെറുതാവുമ്പോ നമുക്ക് എന്ത് പറയാം? അത് ഇൻസൈഡ് ആവും. അപ്പൊ നമുക്ക് കിട്ടിയത് ഇൻസൈഡ് ആണ്. അപ്പൊ ഇൻസൈഡ് ആവുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോ ഇന്റഗ്രൽ ഓവർ സി z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 3 ഡിവൈഡ് ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു dz എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ അതിന്റെ ഉത്തരം വരിക ഈക്വൽ ടു താഴെ എഴുതി വെച്ചിട്ടുണ്ട് 2πi ഇൻറ്റു 1 ഫാക്ടോറിയൽ. കാരണം 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 2/1 ഫാക്ടോറിയൽ. അതാണ് അതിന്റെ ഫോർമുല. നമ്മൾ ഇത്രയും പ്രാവശ്യം ചെയ്തതിൽ 2πi ഇൻറ്റു എഫ് ഓഫ് എന്നാണ് കൊടുത്തിരുന്നത് അല്ലെ? പക്ഷെ ഇവിടെ 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് a/1 ഫാക്ടോറിയൽ എന്നാണ് അതിന്റെ ഫോർമുല. അങ്ങനെ ഒരു ഫോർമുല വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴെ വരുന്ന സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ടേമിന് സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഫോർമുലയിൽ വ്യത്യാസം വന്നത്. ഈ ഫോർമുല ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫോർമുല വരുന്നത് 2πi ഇൻറ്റു എഫ് ഡാഷ് ഓഫ് 2/1 ഫാക്ടോറിയൽ. ഇനി ഇതിൽ ഈ എഫ് ഡാഷ് ഓഫ് 2 അത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. എഫ് ഡാഷ് ഓഫ് 2 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് സെഡ് എന്താണെന്ന് അറിയണം. എഫ് ഓഫ് സെഡ് എന്താണ്? നമ്മളെ സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ആ ടേം ഒഴികെയുള്ള ബാക്കി എല്ലാതും ആണ് എന്ത്? എഫ് ഓഫ് സെഡ്.
അപ്പൊ ഇവിടെ താഴെ വരുന്ന z-2 ഹോൾ സ്ക്വയർ അല്ലേ നമ്മൾ സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേം, അത് ഒഴികെയുള്ള എന്ന് പറയുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന ഫുള്ള്. അപ്പൊ അതാണ് നമ്മളുടെ എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ പ്ലസ് 5z+3. നമുക്ക് എഫ് ഡാഷ് ആണ് വേണ്ടത്, അപ്പൊ അതിന് ഡെറിവേറ്റ് ചെയ്യാം. സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z പ്ലസ് അടുത്ത 5z ഡെറിവേറ്റീവ് 5, 3യുടെ ഡെറിവേറ്റീവ് 0 വരും. അപ്പൊ ഡെറിവേറ്റീവ് 2z+5, അതിൽ 2 ഇട്ട് കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് 2 കിട്ടും. ആ 2 ഇട്ട് കൊടുത്തുള്ള ആൻസർ 9 ആണ്. നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയത്. ക്ലിയർ? ക്ലിയർ ആണോ? പറഞ്ഞേ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം കേട്ടോ. ഇത് ഞാൻ അയച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കൂ കേട്ടോ, ആഡ് ചെയ്ത പ്രോബ്ലം. Next problem, using Cauchy's integral formula, evaluate integral over c z square by z minus 1 whole square into z plus 2 dz. നോക്കി നിങ്ങൾ. എന്നിട്ട് നമുക്കൊരു c എന്ന് പറയുന്ന ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു കർവ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും താഴെ വരുന്നത് z minus 1 whole square into z plus 2. ഇതല്ലേ ഫ്രാക്ഷനിൽ താഴെ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട് ടേം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ 0 ആക്കുന്ന പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് z-ന് 1 ഇട്ട് കൊടുക്കാനും അപ്പൊ 0 ആവും. z-ന് അടുത്ത എന്താ വരിക? -2. അപ്പൊ -2 + 2 എന്ന് പറയുമ്പോൾ അവിടെയും 0 വരും. അപ്പൊ ഇവിടെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരിക? ഒന്ന് -2, പിന്നെ 1. 1 തന്നെ 2 പ്രാവശ്യം വരും, കാരണം 1 കിടക്കുന്ന ആ ടേം z-1ന് സ്ക്വയർ ഉണ്ട്, അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പൊ 2 റൂട്ട് ഉണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, z-1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ z-1 ഇൻറ്റു z-1 ആണ്. അപ്പൊ ആ 2 ടൈമിൽ നിന്ന് നമുക്ക് 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇവിടെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ പോയിന്റ് ഞാൻ എഴുതിയിട്ടുണ്ട് അവിടെ നോക്കുക. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് 1, 1 പിന്നെ -2. അപ്പൊ ഇവിടെ നമുക്ക് 3 സിംഗുലർ പോയിന്റ് ആണ് വരുന്നത്. അതിൽ 2 എണ്ണം സെയിം തന്നെ, പിന്നെ ഒരെണ്ണം -2. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സിംഗിൾ പോയിന്റ്സ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നമ്മൾ നോക്കണം അല്ലെ. അതാണ് കേട്ടോ ഞാൻ ഈ മാർജിനിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ z = 1 എന്ന് പറയുന്നത് ഈ കർവിൽ ഇട്ട് കൊടുക്കുമ്പോ 1 - 1 വരും. അപ്പൊ 0 which is less than 2 അല്ലെ. അപ്പൊ എന്താ? ഇൻസൈഡ് നിന്ന് കിട്ടി. അതുപോലെ -2 ഇട്ട് കൊടുത്ത് നോക്കിയേ, -2 -1 വരും. അതായത് മോഡ് -2 -1 എന്ന് പറയുമ്പോൾ മോഡ് -3 എന്ന് വരും. അപ്പോ √9 അതായത് 3. അപ്പൊ 3 എന്ന് പറയുന്നത് 2-നെക്കാട്ടും വലുതാണ്. അപ്പൊ ഔട്ട്സൈഡ്. അത് ഞാൻ ഈ മാർജിനിൽ സൈഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഇതിൽ. ഇപ്പൊ മൊത്തം നമ്മളിൽ 2 സിംഗുലർ പോയിന്റ്സ് ഉണ്ട്, പക്ഷെ അതിൽ ഒരാളെ ഇൻസൈഡ് ഉള്ളൂ, ഒരാളെ ഔട്ട്സൈഡ് ആണ് അല്ലെ. അപ്പൊ ഇൻസൈഡ് ഉള്ളതേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇന്റഗ്രലിനെ എഴുതിയിട്ടാണ് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതി. ഇന്റഗ്രൽ ഓവർ c z സ്ക്വയർ ബൈ z-1 ഹോൾ സ്ക്വയർ ഇൻറ്റു z + 2 dz ഇസ് ഈക്വൽ ടു. ഇനി അടുത്ത ടേമിൽ എഴുതിയേക്കണം നോക്കിയേ. ഇതിങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ എന്തിങ്ങനെ മേലക്ക്, അതായത് ഡിനോമിനേറ്ററിനെ മേലക്ക് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിവിടെ നമുക്കറിയാം നമുക്ക് ഏത് സിംഗുലർ പോയിന്റ് ആണോ ഇൻസൈഡ് ഉള്ളത് ആ ടേം ഒഴികെ ബാക്കിയെല്ലാം നമ്മളെ എഫ് ഓഫ് സെഡിൽ വരുന്നതാണ്. അപ്പൊ ഇവിടെ 1 മാത്രമേ സിംഗുലർ പോയിന്റ് ഉള്ളൂ, 2 സിംഗുലർ പോയിന്റ് അല്ല. സോറി, സിംഗുലർ പോയിന്റ് തന്നെയാണ്, പക്ഷെ ഔട്ട്സൈഡ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു ടേമും നമ്മൾ എഫ് ഓഫ് സെഡിലേക്ക് കൂട്ടി. അപ്പൊ നമ്മൾക്ക് ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എന്താ വരിക? നമുക്കറിയാലോ, 2πi × എഫ് ഓഫ് എ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ആ എഫ് ഓഫ് സെഡ് കിട്ടാൻ വേണ്ടി സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേം z-1 ഹോൾ സ്ക്വയർ ആണ്. ബാക്കി ഉള്ള ആ ഇന്റഗ്രലിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ z-1 ഹോൾ സ്ക്വയർ ഒഴികെയുള്ള ബാക്കി എല്ലാ ടേമിനെയും നമ്മൾ എഫ് ഓഫ് സെഡിലേക്ക് കൂട്ടി. എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് z സ്ക്വയർ ഡിവൈഡ് ബൈ z + 2. ഈ z + 2 വരുന്ന -2 സിംഗുലർ പോയിന്റ് ആണ്, പക്ഷെ എന്താണ്? അത് ഔട്ട്സൈഡ് ആണ്. നമുക്ക് ഇൻസൈഡ് ഉള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ആ താഴെ ഇന്റഗ്രൽ ഓവർ c എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ z-1 ഹോൾ സ്ക്വയർ dz എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ എഴുതി. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ വരുന്ന z സ്ക്വയർ താഴെ ഡിവൈഡ് ബൈ z + 2. അതും കൂടിയാണ് നമ്മളുടെ എന്ത് പറയുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ താഴെ വരുന്ന സിംഗുലർ പോയിന്റിന്റെ ടേമിന് സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ അവിടെ ഫോർമുല വരിക? അവിടെ ഫോർമുല വരുന്നത് 2πi × f'(a/1 factorial. അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടില്ലാന്നുള്ളൂ കേട്ടോ, പക്ഷെ അങ്ങനെ ഉണ്ട്.
എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. 5/9 ഡിവൈഡ് ബൈ 1 ഫാക്ടോറിയൽ 1 തന്നെയാണ്. അപ്പോ 5/9 തന്നെയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഞാൻ തന്നെ നോട്ട് സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഐഡിയ ക്ലിയർ ആയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന് പറഞ്ഞേ. പറ. നിങ്ങൾ സെഡിന് -1 കൊടുക്കുമ്പോ അപ്പൊ -1 ആണ് അവിടുത്തെ സിംഗുലർ പോയിന്റ് അല്ലേ? പക്ഷെ ആ -1 കണ്ടെയ്ൻ ചെയ്യുന്ന ആ ടേമിന് ക്യൂബ് ഉണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ അവിടെ കൊടുക്കേണ്ട ഫോർമുല നിങ്ങൾ ആലോചിച്ചോ. ഇപ്പൊ ഈ -1 എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ് ഈ കർവെങ്കിൽ, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, ഇൻസൈഡ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ട ഫോർമുല 2πi × f′′ (a/2 ഫാക്ടോറിയൽ). ആ ഒരു ഫോർമുല യൂസ് ചെയ്യാൻ കാരണം ഇവിടെ സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന z+1 എന്ന് പറയുന്ന ടേമില് ക്യൂബ് ഉള്ളത് കൊണ്ട്. ഓക്കെ, കണ്ടാ? അപ്പൊ നമ്മള് സാധാരണ സ്റ്റെപ്പ് തുടങ്ങുന്ന പോലെ സിംഗുലർ പോയിന്റ്സ് ആദ്യം കണ്ടുപിടിക്കും. അപ്പൊ സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ z+1 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അത് ഡിനോമിനേറ്റർ 0 ആക്കുന്ന പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. z ഈക്വൽ ടു -1 കൊടുക്കുമ്പോഴാണ് അവിടെ 0 ആകുന്നത്. ആ -1 3 പ്രാവശ്യം എഴുതാനുള്ള കാരണം അറിയാലോ, കാരണം നമ്മളിൽ താഴെ ക്യൂബാണ് അല്ലെ? അപ്പൊ ഈ z+1 ഹോൾ ക്യൂബിനെ നമുക്ക് z+1 × z+1 × z+1 എന്ന് എഴുതാം 3 പ്രാവശ്യം. അപ്പൊ ഓരോ ടേമിൽ നിന്നും നമുക്ക് z-ന് -1 കിട്ടും. അങ്ങനെ 3 z-ന്റെ 3 വാല്യൂസും -1 തന്നെ. നെക്സ്റ്റ് നമ്മുടെ എന്താണ് പരിപാടി? ഇത് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ നോക്കാം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ കർവിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ പെൻസിലോട് എഴുതി വെച്ചിട്ടുണ്ട്. കർവിൽ ഇട്ട് കൊടുത്തു. -1 + 1 എന്ന് പറയുമ്പോൾ 0 ആണ്. അത് ആ റേഡിയസിനെക്കാട്ടും ചെറുതാണ് അല്ലെ? റേഡിയസ് എന്താ 1 ആണ്. 1-നെക്കാട്ടും ചെറുതാണ്. അപ്പൊ ഇൻസൈഡ് ആണ്. അപ്പൊ ഇൻസൈഡ് കിട്ടി. പിന്നെ ഒന്നുമില്ല. ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ എന്താ സാധാരണ പഠിച്ചിട്ടുള്ള ഇന്റഗ്രലിന്റെ വാല്യൂസ് ഈക്വൽ ടു 2πi × f′′ (a) എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ -1 അല്ലേ? -1 ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ. ഇനി എന്ത് ചെയ്യണം? f′′ (-1) കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ എന്താണ് f(z) എന്ന് നോക്കുക. അപ്പൊ ഇവിടെ z+1 ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ടേമാണ് നമ്മളുടെ താഴെ വരുന്ന z-a ഹോൾ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ടേംസും ആണ് നമ്മുടെ f(z). അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ f(z) എന്ന് പറയുന്നത് e⁻z ആണ്. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു e⁻z തന്നെ. സെക്കൻഡ് ഡെറിവേറ്റീവും e⁻z തന്നെ. ആ സെക്കൻഡ് ഡെറിവേറ്റീവില് -1 കൊടുത്തു. അപ്പൊ ആ ഉത്തരം e⁻−1. അത് ആ ഒരു ആൻസറിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലംസിൽ താഴെ z-a എന്ന് പറയുന്ന ആ ഒരു സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേമിന് ക്യൂബോ സ്ക്വയറോ ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പൊ പഠിച്ചത് താഴെ വരുന്ന ആ സിംഗുലർ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേമിന് ക്യൂബെന്നോ അല്ലെങ്കിൽ സ്ക്വയറിനോ ഒക്കെ വരുന്നതാണ് ഇപ്പൊ പഠിച്ചത്. ഇനി ഒരു ടൈപ്പും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത നമുക്ക് ക്ലാസ്സിൽ തന്നെ എടുക്കാം. ആ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ എന്താ പഠിച്ചത്? ഒരു സിംഗുലർ പോയിന്റ് ഇൻസൈഡും 2 സിംഗുലർ പോയിന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇൻസൈഡ് ഒരെണ്ണം ഔട്ട്സൈഡ് അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? ഇനി നമുക്ക് 2 സിംഗുലർ പോയിന്റ് ഉണ്ടാവും. അതായത് ഇപ്പൊ താഴെ ഒരു 2 സിംഗുലർ പോയിന്റ് വരെ. ഇപ്പൊ ഇതിലാണെങ്കിൽ ഒരൊറ്റ സിംഗുലർ പോയിന്റേ ഉള്ളൂ -1. പക്ഷെ ആ ടൈമിന് തന്നെ ക്യൂബ് വന്നേക്കുക അല്ലെ? അതായത് സെയിം സിംഗുലർ പോയിന്റ് 3 പ്രാവശ്യം വന്നേക്കാണ് ചെയ്യുന്നത്. പക്ഷെ ഇനി പഠിക്കാൻ പോകുന്നത് സിംഗുലർ പോയിന്റ്സ് രണ്ടെണ്ണം. ഒരെണ്ണം -1 ആണെങ്കിൽ ഒരെണ്ണം ഒരു 2 വരിക. 2 സിംഗുലർ പോയിന്റ് വരിക. അങ്ങനെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കേസിലൊക്കെ ഒരെണ്ണം അകത്തും ഒരെണ്ണം പുറത്തേ വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സിംഗിൾ പോയിന്റ് വരിക, 2ഉം ഇൻസൈഡ് തന്നെ വരിക. അങ്ങനെയുള്ള ഒരു കേസും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് ക്ലാസ്സിൽ പറയാം. ആ ഒരു കേസിൽ നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്റഗ്രൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്ലേ, ഇന്റഗ്രലിന്റെ ആ ഒരു ടേം, അതിനെ നമ്മൾ രണ്ട് ടേം ആക്കും. എന്നിട്ട് ചെയ്യാനാണ്. അത് നമുക്ക് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ അടുത്ത പഠിച്ചൊരു മെത്തേഡ്. മനസ്സിലായല്ലോ? സിംഗിൾ പോയിന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ടേമിന് ക്യൂബെന്നോ സ്ക്വയറെന്നോ വരിക. അപ്പോ അപ്ലൈയുടെ ഫോർമുല വേറെയാണ്. ക്ലിയർ ആണോ? നിങ്ങൾ ഒപ്പീനിയൻ പറഞ്ഞേ. ഇപ്പൊ ഈ സിംഗിൾ പോയിന്റ് കണ്ടുപിടിക്കുന്നതും അത് ഇൻസൈഡ് ഔട്ട്സൈഡ് എന്നുള്ളതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഒരു മോഡൽ വരുമ്പോ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നോക്ക്, നിങ്ങൾ ഇവിടെ ആ ലാസ്റ്റ് ഭാഗത്ത് മാത്രം നോക്കിയാൽ മതി. നോക്ക്, ഈ നൗ എന്ന് എഴുതിയിട്ട് കണ്ടില്ലേ നിങ്ങള്? നൗ ഇന്റഗ്രൽ ഓവർ സി. ഞാനിപ്പോ ഏത് സൂം ചെയ്യുന്ന ഈ ഭാഗം നോക്കൂട്ടാ. കാണുന്നില്ലേ? ഒന്ന് ഓഡിയോ ഓൺ ആക്കിട്ട് ആരെങ്കിലും പറഞ്ഞേ. പറ.
ഓക്കെ. അപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്കട്ടാ. ഇന്റഗ്രൽ ഓവർ സി സെഡ് സ്ക്വയർ ബൈ സെഡ് സ്ക്വയർ മൈനസ് 1 ഡി സെഡ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സെഡ് സ്ക്വയർ മൈനസ് 1 അത് ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഫോർമാറ്റിലാണ് ഇരിക്കുന്നത്. സെഡ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് ഇതിനെ എഴുതാം. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് ആകുമ്പോൾ എന്ത് വരിക? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അപ്പൊ ഈ താഴെ വന്നുള്ള സെഡ് സ്ക്വയർ മൈനസ് 1-നെ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അപ്പൊ അതായത് ഈ സെഡ് സ്ക്വയർ മൈനസ് 1-നെ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 അങ്ങനെ എഴുതാൻ പറ്റും. ഞാൻ ഇതിനെ ഇവിടെ സെഡ് സ്ക്വയർ ബൈ സെഡ് പ്ലസ് 1 ഡിവൈഡ് ബൈ സെഡ് മൈനസ് 1 എഴുതിയിട്ടില്ലേ? അങ്ങനെ എഴുതി കഴിഞ്ഞാലും സംഭവം സെയിം തന്നെയാണ് കേട്ടാ. ഈ സെഡ് പ്ലസ് 1 എന്നുള്ളത് താഴത്തേക്ക് തന്നെയാണ് വരിക. ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് സെഡ് സ്ക്വയർ ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 ഒന്ന് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ താഴെ വരുന്നത് സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 എന്നാണ്. അപ്പൊ ആ ടേം നോക്കുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സിംഗുലർ പോയിന്റ് ആണ് വരുന്നത്. ഒന്ന് പ്ലസ് 1-ഉം ഒന്ന് മൈനസ് 1. അപ്പൊ രണ്ട് സിംഗുലർ പോയിന്റ് കിട്ടി. പക്ഷെ ഇവിടെ ഈ രണ്ട് സിംഗുലർ പോയിന്റ്സിൽ ഒന്ന് മാത്രമേ നമ്മൾ ഇൻസൈഡ് ഉള്ളൂ, ബാക്കി ഔട്ട് സൈഡ് ആണ്. അത് നമ്മളിപ്പോ ഞാൻ ചെക്ക് ചെയ്ത് പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് ഈ എങ്ങനെയാണ് ഫോർമുല ഇവിടെ കൊണ്ടുവരുന്നതെന്ന് മാത്രം പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇവിടെ 1 മാത്രമേ ഇൻസൈഡ് ഉള്ളൂ, മൈനസ് 1 ഔട്ട് സൈഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ സെഡ് മൈനസ് 1 എന്നുള്ള ടേമിന് സ്ക്വയർ ഒന്നുമില്ല. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ച ഫോർമുല 2πi ഇൻറ്റു എഫ് ഓഫ് എ കണ്ടാ, അതാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കണേ. കാരണം എന്താ, ഇവിടെ ഇൻസൈഡ് എടുക്കുന്ന സിംഗിൾ പോയിന്റ് ഉള്ള ആ ടേമിന് സ്ക്വയർ ഇല്ല, ജസ്റ്റ് സെഡ് മൈനസ് 1 ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല കൊടുത്താൽ മതി. അവിടെ സെഡ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫോർമുലയിൽ വ്യത്യാസം വന്നേനെ. നമ്മൾ അവിടെ എഫ് ഡാഷ് ഓഫ് 1/1 ഫാക്ടോറിയൽ എന്ന് കൊടുക്കേണ്ട വന്നേനെ. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുക്കണ്ട. കാരണം എന്ന് വെച്ചാല് നമ്മളെ ടേമിന് സ്ക്വയർ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോബ്ലത്തിൽ വരുന്നത് കേട്ടാ. പിന്നെ ഈ സിംഗിൾ പോയിന്റ്സ് ഇൻസൈഡ് ഔട്ട് സൈഡ് എന്നൊക്കെ നോക്കണതൊക്കെ സെയിം പ്രൊസീജിയർ തന്നെ. ഒന്നിലിങ്ങനെ വരച്ചിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നോക്കാം. പിന്നെ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനില് റേഡിയസ് എന്ന് പറയണത് നോക്കിയാൽ നിങ്ങള് π/2 ആണ് റേഡിയസ്. പൈയുടെ വില 3.14. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഇരിക്കുന്നു. ഇല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ പൈയുടെ വില അടിച്ചു കൊടുത്താൽ 3.14 വരും. അപ്പൊ 3.14/2 എന്ന് ചെയ്തേക്കണുണ്ട്. അത് റേഡിയസിന്റെ കൃത്യമായിട്ടുള്ള വില കണ്ടുപിടിക്കാം. ഇൻസൈഡ് ഔട്ട് സൈഡ് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള മാത്രമാണ് കേട്ടോ. പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെ, ഒക്കെ തന്നെ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് കേട്ടോ. ഇനി അതേപോലെ അതിന്റെ താഴെയുള്ള പ്രോബ്ലം നോക്കി നിങ്ങള്. ഇന്റഗ്രൽ ഓവർ സി 5z + 7 ഡിവൈഡ് ബൈ z സ്ക്വയർ പ്ലസ് 2z - 3 എന്നുള്ള പ്രോബ്ലം ഉണ്ടോ? ഇവിടെ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിൽ സിംഗിൾ പോയിന്റ് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള അതിന് റൂട്ട് കണ്ടുപിടിക്കണം. ഈ -b + or -√(b² നമ്മൾ ചെയ്തില്ലേ, അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സിംഗിൾ പോയിന്റ്സ് കിട്ടും. അതിൽ z ആരൊക്കെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ ചെയ്തിട്ടാണ് ഇവിടെ z-ന് 1-ഉം -3-യും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ കിട്ടും, രണ്ട് സിംഗിൾ പോയിന്റ്സ് കിട്ടും. പിന്നെ നമുക്ക് എന്താ ചെയ്യാം, ഞാൻ നിങ്ങളോട് പറഞ്ഞു റൂട്ട് ഇപ്പോ എയും ബിയും ആണ് റൂട്ടെങ്കിൽ തന്നിരിക്കുന്ന ഇക്വേഷനെ z - a ഇൻറ്റു z - b കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തോളൂ, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അതേപോലെ ഇവിടെ അപ്പത്തെ ഡിനോമിനേറ്ററിനെ നമുക്ക് z - 1 ഇൻറ്റു z+3 എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ -3 ആണല്ലോ വന്നേക്കുന്നത്. അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അപ്പോ പിന്നെ നമ്മൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടിൽ ഏത് ആണ് ഇൻസൈഡ് ഏതാണ് ഔട്ട് സൈഡ് നോക്കാണ്. അങ്ങനെ ഇൻസൈഡ് ഔട്ട് സൈഡ് നോക്കുക, ഫോർമുല അപ്ലൈ ചെയ്യുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. പ്രോബ്ലംസ് നമ്മളിലുണ്ട് കുറെ ആണോ നോക്കി. നമുക്ക് അപ്പൊ അങ്ങനെ നോക്കുമ്പോ z = 1 ഇൻസൈഡും z = -3 ഔട്ട് സൈഡ് ആണ്. അപ്പൊ ഔട്ട് സൈഡ് ഉള്ളതിനെ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് z = 1 ഇൻസൈഡ് ഉള്ളതിനെ മാത്രമേ നോക്കണ്ടുള്ളൂ. അപ്പൊ ആ ഇൻസൈഡ് വരുന്ന ടേം, അതായത് z - 1, അതൊഴികെ ബാക്കി എല്ലാ ടേമും നമ്മൾ f(z)ൽ കൂട്ടും. കൊടുത്ത f(z) എന്ന് പറയുന്നത് 5z + 7 ഡിവൈഡ് ബൈ z+3. 3 സിംഗിൾ പോയിന്റ് ആണെങ്കിലും പക്ഷെ എന്താണ്, അത് ഔട്ട് സൈഡ് ആണ്. അപ്പൊ അതിന് നമ്മൾ എടുക്കണ്ട, അത് f(z)ൽ കൂട്ടിയാൽ മതി. എന്നിട്ട് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാം. അങ്ങനെ കിട്ടി ആ പ്രോബ്ലം. പുതിയതായിട്ട് പഠിക്കാൻ ഒന്നുമില്ല, പഠിച്ചത് തന്നെ. പല പ്രോബ്ലംസ് വരുമ്പോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ? ഞാനത് വേഗം പറഞ്ഞു പോയതാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം നോട്ടിൽ എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി. നമ്മൾ എന്തായാലും ഇപ്പൊ ചെയ്തിട്ട് എനിക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ.
അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോ ആയിട്ട് ഞാൻ കാണിച്ചത്. പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് പ്രോബ്ലംസ് ഉള്ളത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. പലതരത്തിൽ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെങ്ങനെ എഴുതാന്നുള്ളത് മാത്രം നോക്കിയിട്ടുള്ളൂ കേട്ടാ. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒരു പ്രാവശ്യം നോട്ടിൽ എഴുതുമ്പോൾ സ്റ്റെപ്പുകൾ ഓരോന്നും ക്ലിയർ ആയിട്ട് നോക്കുക.